ഹലോ ഗൈസ്, പറയൂ, ഓരോരുത്തരെ അവരെ പരിചയപ്പെടുത്തു. ഹലോ, എന്റെ പേര് അരുണിമ. ഓക്കെ, അടുത്ത ആളുടെ പേര് എന്റെ പേര് ശിവകാമി. എന്റെ പേര് സാന്ദ്ര. എന്റെ പേര് പൂജ. അത് തമിഴ്നാട്ടിലെ കൊച്ചാട്ടോ. ഒരു ഓവർ ക്യൂട്ട്നെസ് ഒക്കെ കണ്ടോ? നമ്മുടെ തമിഴ്നാട്ടിലെ പിള്ളേർക്കൊക്കെ ഓവർ ക്യൂട്ട്നെസ് അല്ലേ? കണ്ട ആ ചിരിയിൽ എല്ലാവരും വീണ് പോകും, അമ്മാതിരി ക്യൂട്ട്നെസ് ആണ്. അപ്പം ഇത് ഞങ്ങളുടെ ഒരു ആദ്യത്തെ വ്ളോഗാണ്. ഈ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഞങ്ങളുടെ ഹോസ്റ്റൽ ജീവിതം, ഞങ്ങൾ കോളേജിലെ ജീവിതം, പിന്നെ ഞങ്ങളുടെ കുറച്ച് സന്തോഷങ്ങൾ, കുറച്ച് അടി, പിണക്കം, വഴക്ക്, സങ്കടങ്ങൾ, ഞങ്ങളുടെ ഒരു 4 വർഷത്തെ ജീവിതമാണ്. സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെ കുറേ കുഞ്ഞു കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഞങ്ങളുടെ ഒരു വ്ളോഗ്, ഞങ്ങളുടെ ജീവിതം. ഈ കുഞ്ഞു ജീവിതമാണ് ഞങ്ങൾ ഈ ഫോണിൽ കൂടെ പകർത്തി നിങ്ങളിൽ ഓരോരുത്തരെയും കാണിക്കുന്നത്. അപ്പം ഈ കുഞ്ഞു കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം അല്ലേ ആരെയും നിർബന്ധിച്ച് നമ്മളൊന്നും ചെയ്യിക്കാൻ പാടില്ലല്ലോ. ഇവിടെ വന്നിട്ട് കുറേ പാഠങ്ങളൊക്കെ പഠിച്ചു. എന്തൊക്കെ പറയും, നേഴ്സിംഗ് ജീവിതം അതായിക്കോട്ടെ. ആദ്യത്തെ വ്ളോഗ് നേഴ്സിംഗ് എടുത്തിട്ട് ഒരു ഹോസ്റ്റലിൽ വന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറക്കരുത്, അല്ലെങ്കിൽ എന്നും ഒരു മുതൽക്കൂട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഏറ്റെടുത്ത കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ശിവ പറയൂ. ഫസ്റ്റ് നീ പറ. ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയില്ല, നീ ആദ്യം പറ. ഞങ്ങളെ ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി പാവമാണ്. ഒരിക്കലുമല്ല ഗൈസ്, ഒരിക്കലും അല്ല. ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും എന്ന് പറയുന്നത് ഇവളാണ്. അപ്പം ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് അങ്ങനെ പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, ആരെ കണ്ണടച്ച് വിശ്വസിക്കരുത്, ആരും എപ്പോഴും കൂടെ കാണുമെന്ന് വിചാരിക്കരുത്, നമ്മളടുത്ത് പറയുന്നതെല്ലാം സത്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെ കുറേ പാഠങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്, പേഴ്സണലി എൻ്റെ ലൈഫിൽ നിന്ന്. ഇനി അടുത്ത ആള് ശിവ. എനിക്ക് ഈ ക്യാമറ നോക്കി പറയടി. എനിക്ക് ആലോചിക്ക സമയമാണ്, ഇവിടെ പറയട്ടെ. സ്വാഭാവികം. നിങ്ങൾ ആലോചിക്കൂ. സാന്ദ്രയെ പറ. എന്റേത് പറയുവാണെങ്കിൽ തന്നെ ഇത് തന്നെ, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. പിന്നെ നമ്മുടേതാണ് എന്ന് വിചാരിക്കുന്നത് നമ്മുടെ ആയിരിക്കത്തില്ല. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷെ ഒന്നും കിട്ടില്ല. ഒത്തിരി ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് കുറെ പഠിപ്പിക്കും. ഞങ്ങൾ മോട്ടിവേഷൻ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുതേ. ചെറിയ ജീവിതങ്ങൾ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങളിങ്ങനെ ആയി പോയതാണ്. ഹോസ്റ്റലിൽ നിന്നവർക്ക് എവിടെ നിൽക്കാൻ പറ്റും, അത് ഉറപ്പാണ്. സത്യം. എവിടെ പോയാലും നമ്മൾ ജീവിക്കും, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. എത്ര ഓളപ്പേടെ കൂടാണെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കും. സെറ്റാണ്, അത് ഉറപ്പാണ്. അടുത്ത ശിവേ പറയൂ. ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ അവിടെ നോക്കി ഹോസ്റ്റൽ ലൈഫ് എന്ന് വെച്ചാൽ കൊറേ പഠിക്കാൻ പറ്റും. കൊച്ചിന് പുസ്തകത്തിലുള്ളതൊക്കെ കൊറേ പഠിക്കാൻ പറ്റും. പിന്നെ കൊറേ കുഴിയിലൊക്കെ പോയി വീഴാം. അത് സത്യം കേട്ടോ. വഴിയിൽ കൂടെ പോകുന്ന ഏത് വള്ളിയും ഏണി വെച്ച് കൊറേ ആൾക്കാർ വഴിയെ പോകുന്നല്ല, അപ്പുറത്തെ പറമ്പിൽ പോകുന്നത് നമ്മുടെ നെഞ്ചത്ത്. ഞങ്ങള് ഒരു 6 പേരുണ്ട്, ഏണി വെച്ച് പിടിച്ചിതാവും. ഇതിപ്പോ ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഇതല്ല ഞങ്ങളുടെ യഥാർത്ഥ ഗ്രൂപ്പ്. ഇനി 2 പേരും കൂടി ഉണ്ട്. അവര് ക്രിസ്മസ് വെക്കേഷന് നാട്ടിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളൊക്കെ ഒരു പണിയില്ലാത്തോളം നേരത്തെ വന്ന് നിങ്ങൾ വിചാരിക്കും പഠിക്കാനുള്ള തോര അല്ലെങ്കിൽ നല്ല കൊച്ചുങ്ങളായോണ്ടാണ്. ഒരിക്കലും അല്ല. അറ്റൻഡൻസ് ഷോർട്ടേജിനെ പേടിച്ച് മാത്രം. നേഴ്സിംഗ് എടുത്ത് പഠിച്ചവർക്കും ഇപ്പൊ കോളേജിൽ പഠിക്കുന്നവർക്കും അറ്റൻഡൻസ് എത്ര മുഖ്യമാണെന്നറിയാം. എന്തൊക്കെ വന്നാലും അറ്റൻഡൻസ് അവർ കളയൂല മക്കളെ, കളയരുത്. അപ്പം ഇനി അടുത്ത ശിവയുടെ കാര്യങ്ങൾ അവളിങ്ങനെ പറഞ്ഞു നിർത്തിയേക്കുമായിരുന്നു. അപ്പൊ ഇനി അടുത്ത പൂജയിലേക്ക് ചെല്ലാം. പൂജ പറയൂ. അത് ഞാൻ കൊഞ്ചം പഠിപ്പാലിയ, അതുകൊണ്ട് കൊച്ചിന് നാടാണ്. നിങ്ങൾ വിചാരിക്കും അത് ഇനി ഇത് കിളിപ്പോയ ടൈപ്പാന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും. എങ്കിൽ നിങ്ങളുടെ ധാരണ 100% ശരിയാണ്. കിളി പോയതാണത്. വേറൊന്നും കൊണ്ട് അറിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിളി പോയത് അതാണ്. പക്ഷെ ഇങ്ങനെ പാവമായിട്ട് ഇരിക്കുന്നെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ തല അതെ, ഞങ്ങൾ പറക്കുമായിരിക്കും, പറന്ന് കളിക്കുമായിരിക്കും ഞങ്ങളൊക്കെ. സത്യം, അമ്മാതിരി ടൈപ്പാണ്. ടെറർ ആയിക്കഴിഞ്ഞാൽ ടെറർ,
അല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മയത്തിൽ അവളെ കൊണ്ടുപോകണം അത്ര തന്നെ. പിന്നെ എന്തൊക്കെയാണ് ഇനി പറയാനുള്ളത്? എന്തൊക്കെയാണ് കോളേജ് ലൈഫിൽ എല്ലാവരുടെയും വ്യത്യസ്തമായ ജീവിതങ്ങൾ പഠിക്കും. ഫ്രണ്ട്ഷിപ്പ്, ലവിങ് കെയർ. ആരെ എന്റെ അമ്മ അരുണിമയാ. അത് ഞങ്ങൾക്കിടയിൽ കുറച്ച് പേര് അമ്മ ഞങ്ങൾ സ്വയം ഇങ്ങനെ അവള് മോളാണ് അമ്മയാണെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് അതിങ്ങനെ വട്ടത്തരം എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ ഇടയ്ക്കിടയ്ക്ക്. അത് തന്നെ, അത്ര തന്നെ ഉള്ളൂ. വേറെ ഒന്നല്ല ഏട്ടാ, ഞാൻ യഥാർത്ഥ അമ്മയൊന്നും അല്ല ഏട്ടാ, ഞാൻ പാവം കേട്ടോ. ഒരു കുഞ്ഞു കുട്ടിയാണ് ഞാൻ, കുഞ്ഞു കുട്ടി അല്ലേ. സ്വയം ഇരുന്ന് പുകഴ്ത്തുന്നടി. സ്വയം പുകഴ്ത്തി അതൊന്നും സ്വയം പുകഴ്ത്തി അതൊന്നും വിചാരിക്കല്ലേ, അങ്ങനൊന്നും അല്ല കേട്ടോ. ബാക്കി എല്ലാവരുടെയും അക്കൗണ്ടിൽ നിന്ന് കയറി അരുണിമയുടെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യണം. കണ്ടോ, കൂടെ നിന്നിട്ട് ചതിക്കുന്നു ഗൈസ്, ചതിക്കുന്നു. ഇവരെയാണ് വിശ്വസിച്ചുകൂടാത്തത്. കൂടെ ബാക്കിൽ നിന്ന് കത്തി വെച്ച് ഇവിടെ കുത്ത കത്തി ഒന്നും വേണ്ട ഗൈസ്, ഒരു പേര മതി. ബോഡി ഷേമിങ്, இருந்தாலும் മതിയാ. ബോഡി ഷേമിങ് ഗൈസ്, ഇതൊക്കെ ശരിയാണോ? ജസ്റ്റ് ഒരു സേഫ്റ്റി പിൻ മതി ഗൈസ്. എന്തിനാണ് ബോഡി ഷേമിങ്? ഈ ഹൈറ്റ് ഇല്ലാത്തവരെ മനസ്സിലായോ? എത്ര പേര് ഗ്രൂപ്പിലുണ്ടെങ്കിലും മാന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കൂ. എത്ര പേര് ഗ്രൂപ്പിലുണ്ടെങ്കിലും അവരെല്ലാരും ചേർന്ന് ഒരാളെ ഏറി കയറ്റുവാണെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒരാളെ അല്ല, അവക്ക് അവസരം കിട്ടി കഴിഞ്ഞാൽ അവള് താപ്പോട്ട് ഇറക്കൂല. ഹൈഡ്രജൻ ബലൂൺ പോലെ ഞങ്ങളെ പൊക്കിയാണ് വിടാറുള്ളത്. ചെറുതായിട്ട് ഒരു നാക്ക് ദൈവം തന്നത് നമ്മള് ജീവിച്ചു ഞങ്ങളുടെ കൂടത്തിൽ പറഞ്ഞു തോപ്പിക്കാൻ പറ്റാത്തത് ഇവള് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാരും എങ്ങനെ അടക്കി നിർത്താം. പിന്നെ ആർട്ടിഫിഷ്യൽ ആണെന്ന് വിചാരിക്കും കേട്ടോ. കോളേജ് ലൈഫ് വെരി സ്പെഷ്യൽ. കാരണം ഞങ്ങളെ കിട്ടിയത് കേട്ടോ, പ്രത്യേകിച്ച് തന്നെ. അതെ, മോനെയൊക്കെ കെട്ടിച്ചു കൊടുക്കാന്ന് പറയുമ്പോ പിന്നെ അവർക്ക് സ്പെഷ്യൽ ആവുമല്ലോ. എന്റെ അമ്മ നീ ഷാവും മരിക്കും, അതുണ്ടോ? അത് കണ്ടോ, ഇതാണ് ഞങ്ങൾക്കിടയിലുള്ള ഇത്. അടി പിടി ബഹളം വഴക്ക്. ഞങ്ങളുടെ ഈ ഒരു റൂം ഞങ്ങളുടെ കോളേജിലും ഹോസ്റ്റലൊക്കെ ഫേമസ് ആണ് ഗൈസ്, ഫേമസ്. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയാറില്ല. കോളേജിൽ നടക്കുന്നതായാലും ഹോസ്റ്റലിൽ നടക്കുന്നതായാലും എല്ലാവരും അറിഞ്ഞ് ലാസ്റ്റ് വേറെ ആരെങ്കിലുമൊക്കെ കഴിഞ്ഞ് മാസങ്ങൾ എന്നിട്ടായിരിക്കും ഞങ്ങൾ അറിയുന്നത്, ദൈവം ഇങ്ങനെയൊക്കെ ഇവിടെ നടന്നായിരുന്നു. കാരണം എന്താണ്, ഞങ്ങൾ കോളേജിൽ പോകുന്നു, അതേപോലെ തിരിച്ചു വരുന്നു. ഞങ്ങൾ ഈ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഈ പ്രേയറിന് പോവും, ഫുഡ് കഴിക്കാൻ പോവും, കോളേജിൽ പോയി ഇറങ്ങും, ഔട്ടിങ്ങിന് ഇറങ്ങും. അല്ലാണ്ട് വെളിയിലുള്ള ആരുമായിട്ട് ഞങ്ങളൊരു സഹകരണം ഇല്ല ഗൈസ്. പുറത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഒന്നും അറിയത്തില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടേതായ ലോകത്താണ് ഗൈസ്. അതെ, യൂണിവേഴ്സ്, ഏതോ ഒരു യൂണിവേഴ്സിലാണ് ഞങ്ങൾ. അതെ നാങ്ക വെരി സ്പെഷ്യലാ ഗൈസ്, അതുകൊണ്ട് മൾട്ടിവേഴ്സ്. ഞങ്ങള് വേറെ ആർക്ക് സ്പെഷ്യൽ അല്ല ഗൈസ്, കുറച്ച് പേർക്ക് അവർക്ക് എന്നും കണ്ണിൽ ഉണ്ണികളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളടുത്ത് ഭയങ്കര സ്നേഹമാണ് ഗൈസ്. ഞങ്ങൾ പൊളിയാണ് ഗൈസ്, ഞങ്ങൾ വേറെ ലെവലാ. ഫസ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് ഇത് ക്ലച്ച് ആയി കഴിഞ്ഞാൽ ശിവ ഇനി വാ അടയ്ക്കൂല. ഇവിടെ പറ്റി ഞാൻ പറയട്ടെ, ഫസ്റ്റ് അവിടെ തുടങ്ങിക്കോ. അതല്ല ശിവേട്ട തുടങ്ങി. സാന്ദ്ര ഇല്ലേ, സാന്ദ്ര, ഞാൻ, അമൃത, ഞങ്ങൾ 6 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വന്നതാണ്. +1 +2 ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ച്, സയൻസ് ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ പഠിച്ച് ഞങ്ങൾ ഭയങ്കര ആഗ്രഹം മൂത്ത് നേഴ്സിംഗ് എടുക്കാനായിട്ട് തീരുമാനിച്ച് വേറെ എവിടെയും കിട്ടിയില്ല, ബാംഗ്ലൂര്. അവളിപ്പോ ഇമോഷണലാവും. ബാംഗ്ലൂര് വന്ന് ഇവിടെ ഒരു കോളേജിൽ നേഴ്സിംഗ് ഇപ്പൊ ഞങ്ങൾ പഠിക്കാം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല, സെക്കൻഡ് സെമ്മിന്റെ റിസൾട്ട് വരാറാവുന്നതേ ഉള്ളൂ. അതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം. കരയില്ലേ, ഇമോഷണലാവും. അതല്ല, അപ്പം അങ്ങനെ ഞങ്ങൾ നേരത്തെ പരിചയമുണ്ട്. പിന്നെ ശിവയെ കോളേജിൽ വന്നിട്ട് കിട്ടിയതാ, പൂജയും കോളേജിൽ വന്നിട്ട് കിട്ടിയത്. പിന്നെ വേറൊരു കൊച്ചുണ്ട് ജോഷ്ന, അവളെ കോളേജിൽ വന്നിട്ട് കിട്ടിയതാ. അപ്പം ഈ 3 പേരാണ് ഞങ്ങളുടെ അടുത്തോട്ട് പുതിയതായിട്ട് വന്നത്. പൂജ തമിഴ്നാട്ടിൽ നിന്ന്, ശിവ അവളുടെ നാട് കൊല്ലമാണ്, അവളിപ്പം താമസിക്കുന്നത് കോഴിക്കോട്. അതുകൊണ്ട് 2 ജില്ലയിൽ പണ്ട് മുതലേ അവൾ താമസിക്കുന്ന കോഴിക്കോടാണ്. പക്ഷെ അവൾ ജനിച്ചത് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ വീട് കൊല്ലത്താണ്. അപ്പം കൊല്ലവും കോഴിക്കോടും മിക്സ് ആണ് കൊച്ച്. എൻ്റെ വീട് കൊല്ലമാണ്, അവളുടെ വീട് കൊല്ലമാണ്, അമൃതയുടെ വീട് കൊല്ലമാണ്, പിന്നെ ജോഷ്നയുടെ വീട് തൃശ്ശൂരാണ്. ഞങ്ങൾ കൊല്ലംകാരാണ് കൂടുതൽ. അതുകൊണ്ട് കന്യാകുമാരി, അവൾ കന്യാകുമാരി, തമിഴ്നാട് കന്യാകുമാരി. പിന്നെന്താ, അപ്പം ഇവരാണ് 3 പേരും ഞങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയത്.
പൂജയാണ് ഫസ്റ്റ് കിട്ടിയത്. കാരണം ക്ലാസ് തുടങ്ങുന്ന അന്ന് ഞാനും സാന്ദ്ര ഒരു ബെഞ്ചിൽ പോയിരുന്നു. അതിന്റെ ബാക്കിലത്തെ ബെഞ്ചിലിരിക്കുവായിരുന്നേ. ഞാനിങ്ങനെ ചാടിക്കയറി ഇവിടുത്തെ സംസാരിച്ചപ്പോഴത്തേക്ക് സംസാരം കേട്ടൊന്നും തോന്നില്ല ഗൈസ്, എൻ്റെ സംസാരം ഇങ്ങനെയാണ്. അപ്പം ഇവളടുത്ത് ചാടിക്കയറി സംസാരിച്ചപ്പോഴത്തേക്ക് ഇവള് പട്ടി ആറ്റിറ്റ്യൂഡ് ഇട്ട് ഗൈസ്. എന്നിട്ട് എന്നെ വായി വരുന്ന മൊത്തം പറഞ്ഞു, തമിഴിൽ അന്നേ എന്നെ വായി വരുന്ന മൊത്തമൊക്കെ പറഞ്ഞു. ഇപ്പൊ പിന്നെ അത് മലയാളത്തിലോട്ട് കുറച്ച് കേറിയിട്ടുണ്ട്. ഇപ്പൊ മലയാളം നമ്മളല്ലെങ്കിലും നമ്മള് മലയാളികൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഏത് നാട്ടിൽ പോയാലും നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾ എന്തെങ്കിലും ഒരു മലയാള ഭാഷ പഠിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനമാവത്തില്ല. അതേപോലെ ഇപ്പൊ പൂജ നല്ലതുപോലെ മലയാളമൊക്കെ പറയും. മലയാളം തമിഴും ഒക്കെ മിക്സ് ആണ്. ചില സമയത്ത് ഞങ്ങൾക്ക് തന്നെ ഇത് ഏത് ഭാഷയാണെന്ന് മനസ്സിലാവത്തില്ല. അമ്മാതിരി അവസ്ഥയാണ്. അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക. ബാക്കിൽ അത് നോക്കണം, ഞാൻ പറഞ്ഞില്ലേ ഈ തറയാണെന്ന്, അതാണ്. അപ്പോഴത്തേക്ക് അങ്ങനെ കിട്ടിയതാണ് പൂജ. അതിനുശേഷം പിന്നെ ഭയങ്കര കമ്പനിയായി ഞങ്ങൾ എല്ലാവരുമായിട്ട്. പിന്നെ ഇടയ്ക്ക് വെച്ചൊന്നും ഗ്രൂപ്പ് മാറി ഞങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടും പിന്നെ ഇങ്ങ് കറങ്ങി ചുറ്റി വന്ന് വേറെ ആരും സഹിക്കൂലെന്ന് മനസ്സിലായി. ഞങ്ങളെങ്ങനെ സഹിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് വന്ന്. പിന്നെ ഈ മുതല് നോക്കി വെച്ചോ പിടിയിട്ട പുള്ളി. ഈ മുതല് ശിവകാമി 6. അപ്പൊ ഈ പുള്ളിയെ ഞങ്ങള് കാണുന്നത്, ഞങ്ങള് കോളേജ് തുടങ്ങി ഇവള് ഞങ്ങൾക്ക് ഒക്ടോബർ 18 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഒക്ടോബർ 19 ഞങ്ങൾ ഇവിടെ, അല്ല 18 അല്ലേടി, ഒക്ടോബർ 18 ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ വർഷം. എന്നിട്ട് ഒക്ടോബർ ഒരു 20 ആയപ്പോ ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്. ഇവള് ഒക്ടോബർ 31 ഇവിടെ വരുന്നത്. 30 വരുന്നത്, സോറി 30 വന്ന്. അപ്പം ഞങ്ങൾക്ക് അന്ന് ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന സമയത്ത് ഒരാൾ അവിടെ ബാഗ് ഒന്നുമില്ല, ഒരു കറുത്ത ജീൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഫോർമൽ പാന്റ്, ഒരു ഊള ടീഷർട്ട്. ജീൻസ് ആയിരുന്നോ? കണ്ടാ മനസ്സിലാവത്തില്ല, അമ്മാതിരി പിച്ചക്കാരിയാണ്. ജോക്കറാണെന്ന് അവള് കണ്ടോ? അതെ വെറുതെ ഒരു ഊള ടീഷർട്ട് ഇട്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഈ കൊച്ചിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച ഏതോ ഒരു പിച്ചക്കാരിയാന്ന്. അങ്ങനെ ഞാൻ ചെന്നൊന്ന് ജസ്റ്റ് സംസാരിച്ച്. എൻ്റെ പൊന്നോ, അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്. ഇങ്ങോട്ട് ഏതെങ്കിലും ഒരാൾ പറയോ, ഇങ്ങോട്ട് ചാടിക്കയറി പറയാ ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്, എനിക്ക് സോഷ്യൽ സർവീസ് ഒക്കെ ചെയ്യാനാണ് ഇഷ്ടം. അതാ പറഞ്ഞത്, സോഷ്യൽ സർവീസ് ചെയ്യാനാണ് ഇഷ്ടം, എനിക്ക് കല്യാണം കഴിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് കൊച്ചുങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് അങ്ങനത്തെ ബന്ധങ്ങളൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം. അപ്പം ഞാൻ ചോദിച്ചു, ദൈവം ഇങ്ങനത്തെ പിള്ളേരും ഉണ്ടോ, ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. ഞാനിങ്ങനെ സംസാരിച്ച്. അപ്പം എൻ്റെ അടുത്തൊന്നും അത് മിണ്ടുന്നും എടുക്കുന്നൊന്നുമില്ല. ആദ്യത്തെ ദിവസം ഇവളുടെ റൂമിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ആ പിള്ളേർ വന്ന് തുടങ്ങുന്ന സമയത്തേ ഉള്ളൂ. എൻ്റെ കട്ടിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കിടന്നത്. അപ്പം എന്നെ തട്ടിയപ്പോഴൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട്, ഇയാളെ ഞാൻ തട്ടിയോ, സോറി കേട്ടോ, അറിഞ്ഞോണ്ടല്ല കേട്ടോ, ഭയങ്കര വിനയം. പിന്നെ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര വിനയാട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ദൈവമേ ഇത്രയും പാവപ്പെട്ട കൊച്ചോ, നമ്മളും അപ്പം നമ്മളടുത്ത് നിൽക്കുന്ന രീതി തിരിച്ചു നിൽക്കണമല്ലോ. അങ്ങനെ ഇതായിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവള് വേറെ കോളേജിലോട്ട് മാറി പോവാന്ന് പറഞ്ഞ് പോയില്ല. ഇവിടെ കിടക്കാനായിരുന്നു വിധി. ഇവിടെ തന്നെ വന്ന് വീണ്ടും ഇവിടെ തന്നെ ഇതായി. അത് ആ കൊച്ച് ഫസ്റ്റ് സെമ്മിലെ അവള് അന്ന് കോളേജ് മാറുവാന്ന് പറഞ്ഞിട്ട് ഒരു 2 ദിവസം കോളേജിൽ കയറിയില്ല. 99% അറ്റൻഡൻസ് ഉണ്ടായിരുന്നു അവൾക്ക്. ആ 2 ദിവസം കൂടി അവൾ പോയിരുന്നെങ്കിൽ 100% കൊച്ച് നല്ലൊരു സ്റ്റുഡൻറ്റിനുള്ള അവാർഡൊക്കെ മേടിച്ചാണ്. അതെ, വെച്ചൊരു കയറ്റുമായാൽ. അങ്ങനെ സംസാരിച്ച് ഇതായി. അപ്പം ക്ലാസ്സിൽ കൊച്ച് തന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ്, എവിടെ ഇങ്ങോട്ട് കയറി ഇരിക്കും, ഇയാളെ പറ്റിയാ പുകഴ്ത്തുന്നേ കാണട്ട്. അപ്പൊ ക്ലാസ്സിൽ കൊച്ച് തന്നെ എല്ലായിടത്തും പറഞ്ഞു വരുത്തി കൊച്ച് ഇൻട്രോവേർട്ടാണെന്ന്. എന്റെ പൊന്നു ഗൈസ്, നിങ്ങൾ കേക്കണം. ഇൻട്രോവേർട്ട് എന്ന് ഡയലോഗടി മാത്രമേ ഉള്ളൂ. എക്സ്ട്രോവേർട്ടിന്റെ വേറെ എന്തെങ്കിലും സാധനം, എക്സ്ട്രീം ലെവലാണ് ഇവള്. സത്യം മനസ്സിലാവും. ഒരിക്കലും അല്ല ഗൈസ്. ഇവള് ഇപ്പം ആർക്കൊക്കെ ആയിട്ട് വിളിക്കാത്തതെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞൂടെ, അമ്മാതിരി ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കോളേജിലെല്ലാവരുടെയും വിചാരം, ഹോസ്റ്റലിലെല്ലാവരുടെയും വിചാരം, കൂടെ പഠിക്കുന്നവർ തന്നെ ഞങ്ങളടുത്ത് വന്ന് എന്തോ പറയുന്നതെന്നറിയോ, ഈ പാവപ്പെട്ട കൊച്ചിനെ ഞങ്ങൾ കൂടെ കൊണ്ട് നടന്ന് ഞങ്ങൾ നശിപ്പിച്ചെന്നു. ഒരിക്കലും അല്ല ഗൈസ്, ഞങ്ങളാണ് പെട്ടത്, ഞങ്ങൾ മാത്രമാണ് പെട്ടത്. അയ്യോ ശിവ നേരല്ലേ, ശിവ
ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിഹൈൻഡ് സീൻസ് ഞാൻ എടുക്കേണ്ടി വരും. ശിവ എൻ്റെ തലക്കൊക്കെ ഇട്ട് അടിച്ച് ഞങ്ങളിവിടെ കണ്ടോ, ആ നോട്ടം കണ്ടോ, ആ എക്സ്പ്രഷൻ കണ്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ ആരാണ് എയറിൽ ഏറ്റവും കൂടുതൽ കേറ്റുന്നത്. ഞങ്ങൾ ചെയ്ത് കേറ്റുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ശിവ ഫുൾ എയറിലാണ്. കൊച്ചിനെ താപ്പോട്ട് ഇറങ്ങാൻ ആരുടെയും സമ്മതിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കഥകള്. ഇപ്പം ഞങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങള്. ഇതൊക്കെയാണ് ഞങ്ങള് ഇപ്പം ഈ വീഡിയോയിൽ കണ്ടതാണ് യഥാർത്ഥത്തിലുള്ള ഞങ്ങള്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങള്, ഇഷ്യൂസ് ഒക്കെ എന്തായാലും കാണും. ഞങ്ങൾ എല്ലാവരും അത്ര പെർഫെക്റ്റ് ആണെന്നോ അത്ര കറക്റ്റ് ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഞങ്ങൾക്ക് ഇടയിൽ ഓരോരോ പ്രശ്നങ്ങൾ കാണും. അതിലൊന്നും ഞങ്ങൾ വീഡിയോയിൽ ഇടാൻ പരമാവധി ശ്രമിക്കത്തില്ല. ഞങ്ങൾ റീച്ച് കയറാൻ വേണ്ടി ഞങ്ങൾ ഇടത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇവളുമാരിടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇടൂല. കാരണം നമുക്കിടയിലുള്ള സന്തോഷങ്ങൾ മാത്രം പങ്കുവയ്ക്കാനാണ് ഇത്. അപ്പം ഞങ്ങളെ പറ്റി ഇപ്പോൾ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്നും ഞങ്ങളെ പറ്റി എല്ലാരെ പറ്റി കിട്ടിയില്ലേ, ഞങ്ങളെ ശിവയെ പറ്റി കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, ഞങ്ങൾ ഒരാളെങ്കിലും പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.